പ്രാവിൻകൂട് ട്രെയിലർ റിലീസായിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു വമ്പൻ നിര. പിന്നെ അൻവർ റഷീദില്ലേ, അൻവർ റഷീദാണ് പ്രൊഡ്യൂസർ മൂപ്പരാണ്. അപ്പം മൂപ്പര് ഈ ചപ്പ ചവർ സാധനം എന്തായാലും എടുക്കൂല. പിന്നെ വേറെ ആരുള്ള വിഷ്ണു വിജയ് മ്യൂസിക് ആണ് മൂപ്പര്. മുമ്പ് ഏതാ ചെയ്തിട്ടുള്ളത്? സുലേഖ മനസ്സിൽ ചെയ്തിട്ടുള്ള മൂപ്പരാണ് ഇതിൻ്റെ അകത്ത് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രതീക്ഷയുണ്ട്. പിന്നെ DOP ഷൈജു ഖാലിദാണ്. DOP എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്താ സംഭവം? അതായത് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. ഓക്കെ, ശരി. അപ്പോൾ അതാണ് സംഭവം. അപ്പം സ്ക്രീൻ പ്ലേയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ? അത് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. പിന്നെ പ്രാവിൻകൂട് അതിൻ്റെ ട്രെയിലർ നമുക്കൊന്ന് നോക്കാം. എന്താണ് നല്ല സ്റ്റാറിങ്ങും, നല്ല അടിപൊളി സ്റ്റാറിംഗ് ആണ്. നമ്മുടെ നിയാസ് ബക്കർ, പിന്നെ ബേസിൽ ജോസഫ്. മൂപ്പർ ഇഷ്ടപ്പെടുന്നവരുണ്ട്, മൂപ്പരുടെ ആക്ടിങ് പാറ്റേൺ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് അത്ര അങ്ങോട്ട് എന്താണെന്ന് നോക്കാം. സൗബിൻ മുത്താണ്. അപ്പോൾ നമുക്ക് ട്രെയിലറിലേക്ക് പോവാം. അന്നാ ഷാപ്പിൽ ആദ്യം എന്താ കണ്ടത്? രാത്രി ഷാപ്പ് അടച്ചു കൂട്ടി അകത്ത് 11 പേര് ഇരുന്ന് കള്ളുകുടിക്കുന്നു, ചീട്ട് കളിക്കുന്നു. കള്ളുകൂടി ചീട്ടുകളി. 2 ഡോറിലൂടെയും കഴിഞ്ഞ 4 മണിക്കൂറായി ആരും അകത്തേക്ക് വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ മഴയുള്ളതുകൊണ്ട് കാലിലെ ചെളി കണ്ടേ. മഴ നിങ്ങളെ ചീട്ട് കളിക്കിടെ അസാധാരണമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അതാണ് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല എന്താന്നുള്ളത്. ക്രൈം ത്രില്ലർ ആണോ? ആത്മഹത്യ ചെയ്യുന്നില്ല, കൊലപാതകവും. ഇത്ര സുന്ദരിയായിട്ടുള്ള പണ്ടത്തെ ആൾക്കാർ പറയൂലേ, പ്രേമത്തിന് കണ്ണുമൂക്കൊന്നുമില്ല. അവസാനം ഷാപ്പിന്റെ മുതലാളിയെ തന്നെ ഷാപ്പിന്റെ ഒത്ത നടക്ക് പാരച്ചൂട്ടിറക്കിയെങ്കിൽ നിങ്ങളിൽ ഒരാളായിരിക്കില്ല. അല്ല, എന്തിനിപ്പോ ബാബു പാരച്ചൂട്ടിലാണ്? ഇതെന്ത് പേരുന്നാണ്? നിയാസ്. നല്ലൊരു ദിവസം കിട്ടിയിട്ടുണ്ടാവും. ആരോടും പറയാത്ത രഹസ്യം. ഇതിൻ്റെ ബീജം വെച്ച് നോക്കുമ്പോൾ ഒരു കോമഡി ലെവലാണ് ഫീൽ ചെയ്യണം. മാസ് ഫീലൊന്നുമില്ല. തീർക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മർഡർ എനിക്ക് ചെയ്യാൻ പറ്റും, ആർക്കും എന്നെ പിടിക്കാൻ കഴിയില്ല എന്നൊരു നാർസിസിസ്റ്റിന്റെ വെല്ലുവിളിയാണ്. ഇതൊക്കെ എടുത്ത് ഈ ഹോളിവുഡ് മൂഡ് ഉണ്ടെന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ ഡൗട്ട് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നല്ലതായിരിക്കും. നമുക്ക് എന്തായാലും ഫിലിം കാണാം. ഫിലിം കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം. കുറച്ച് എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഇതിന് ഏറ്റവും വലിയൊരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള, അവിടെയാണ് പ്രതീക്ഷ. അൻവർ റഷീദ് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം, അതാണ് നമ്മുടെ പ്രതീക്ഷ. ആള് അങ്ങനെ ചവറിന് കയറി ഡേറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏറ്റെടുക്കൂല, അത് വേറെ സത്യമാണ്. എന്തായാലും പടം വരട്ടെ, നമുക്ക് കാണാം. ശ്രീരജ് ശ്രീനിവാസനാണ് ഡയറക്ടർ. പിന്നെ ഷെഫീഖ് എഡിറ്റർ, വിഷ്ണു ഗോവിന്ദ് സൗണ്ട് ഡിസൈനർ. അങ്ങനെ നല്ലൊരു ടീമുണ്ട്. ക്രൂ കുഴപ്പമില്ല. അതെ. പക്ഷെ എന്നാലും ഒരു ഉറപ്പ് പറയാൻ എന്തോ ട്രെയിലർ കണ്ടപ്പോൾ എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. ഇനി ഫിലിം കണ്ടാലേ നമുക്കറിയാം. അതെ, ജോണർ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് വീണ്ടും FFA വിത്ത് അസ്വർ വിത്ത് ഷബീബ് നമ്മൾ വരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓരോ ഫിലിമിൻ്റെ ട്രെയിലർ വിശേഷങ്ങൾ അതുപോലെ മറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതാണ്. ബൈ.